ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. അതിനിടെ ചികിത്സയിലുള്ള ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും. ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക കേസിലും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരടക്കം പ്രധാനപ്പെട്ട പ്രതികളെല്ലാം അറസ്റ്റിലായി. ഇപ്പോൾ ദ്വാരപാലക കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ ജയിലിലാണ് തന്ത്രി. ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് സംഘം കടക്കുന്നത്. ദ്വാരപാലക പാളയിലെ കൊള്ളയ്ക്കൊപ്പം പഴയ കൊടിമരത്തിലെ വാജിവാഹനത്തിന് എന്താണ് സംഭവിച്ചതെന്ന അന്വേഷണവും SIT ഊർജിതമാക്കിയിട്ടുണ്ട്. 2019 തുടങ്ങിയ സ്വർണ്ണക്കൊള്ള ആവർത്തിക്കാൻ നടത്തിയ നീക്കമാണോ 2025 ദ്വാരപാലക പാളയിലെ സ്വർണം പൂശലെന്ന അന്വേഷണം ശക്തമാക്കി. ഒരു തവണ മൊഴിയെടുത്ത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ 40 വർഷത്തെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മങ്ങലുണ്ടായപ്പോൾ സ്വർണം പൂശാൻ തീരുമാനിച്ചെന്നാണ് PS പ്രശാന്ത് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുമായി വേറെ ബന്ധമൊന്നുമില്ലെന്നും പ്രശാന്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇനി SITക്ക് മുന്നിൽ പോകേണ്ടി വരില്ലെന്നും PS പ്രശാന്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 2017 പുനഃപ്രതിഷ്ഠ നടത്തിയ ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയ വിഷയത്തിൽ PS പ്രശാന്തിൽ നിന്ന് SITക്ക് വിവരങ്ങൾ ആരായാനുണ്ട്. അന്ന് PS പ്രശാന്ത് അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നാൽ വാജിവാഹനം കൈവശം വച്ചിരിക്കുന്ന വിഷയം ചർച്ചയായപ്പോൾ അതിന് തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് PS പ്രശാന്ത് ന്യായീകരിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെ അറസ്റ്റിലായ ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ഇന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഡോക്ടർമാരുടെ കൂടി അഭിപ്രായം തേടിയ ശേഷം ഉടൻ നടപടിയെടുക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.